നമസ്കാരം സർ. വഖഫ് ഭേദഗതി ബില്ലും മുനമ്പത്തുകാരുടെ വിഷമതകളും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. UDF-നെയും LDF-നെയും വടിയടച്ചു പിണ്ടം വെച്ചു മുനമ്പത്തുകാർ എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതിന് പ്രതീകമായിട്ട് ഒരു ബോർഡ് മുനമ്പത്തുകാർ അവിടെ സ്ഥാപിച്ചു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? അവരുടെ സമരപ്പന്തലിന് മുന്നിൽ, അവരുടെ ഒരു പള്ളിയുടെ മുമ്പിലാണ് ഇവർ സമരം ഇരിക്കുന്നത്. അപ്പൊ ആ സമരപ്പന്തലിന് മുമ്പിൽ അവർ ഇന്നലെ ബോർഡ് സ്ഥാപിച്ചു. ഇന്നലെയോ മെനഞ്ഞാന്നോ ബോർഡ് സ്ഥാപിച്ചു. UDF-കാർക്ക് ഈ സ്ഥലത്തേക്ക് ഇനിയും പ്രവേശനം ഇല്ല എന്ന്, അതായത് ഊരുവിലക്ക്. അവരിനിയും അവരുടെ കാര്യങ്ങൾ പറയുന്നതിനോ ഞങ്ങളെ കബളിപ്പിക്കുന്നതിനോ ഈ പ്രദേശത്തേക്ക് വരേണ്ടതില്ല എന്നുള്ള ഒരു ബോർഡാണ്. അതൊരു വൈകാര്യമായ ബോർഡാണ്. കാരണം ഒരു പ്രദേശത്ത് അതിന്റെ കൂടെ LDF-ന്റെ കാര്യവും പറയുന്നുണ്ട്. പക്ഷെ LDF-നെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് അവർ പറയുന്നില്ല. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് പോലെ അവിശ്വാസം ഉണ്ടാക്കിയത് UDF ആണ്. അല്ലെങ്കിൽ അവര് ഒരു കാരണവശാലും ഒരു കാരണത്തിലും അവരുടെ കൂടെ നിന്നിട്ടില്ല. അവരുടെ ഏറ്റവും വൈകാര്യമായിട്ടുള്ള വിഷയമാണല്ലോ ഈ മീര പറഞ്ഞതുപോലെ ഒരുത്തന്റെ കിടപ്പാടം പോകുന്ന നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വൈകാരിക സ്വഭാവം നമ്മൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീടും വസ്തു എല്ലാം കൂടെ ഒരു സുപ്രഭാതത്തിൽ ഒരു കാരണവുമില്ലാതെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നാൽ ശൂന്യതയിലേക്ക് പോകും നമ്മൾ എല്ലാ രീതിയിലും. അപ്പൊ അതിനകത്ത് ഈ വിഷയം കാലങ്ങളായിട്ടുള്ള വിഷയമാണല്ലോ. അപ്പൊ അതിനൊരു തീരുമാനമായിട്ടുണ്ട്. തീരുമാനം എന്ന് പറയുമ്പോൾ ആ തീരുമാനത്തിൽ അവർക്ക് വിശ്വാസവും വന്നിട്ടുണ്ട്. ബാക്കി ആളുകളൊക്കെ LDF-ഉം UDF-ഉം അത് ശരിയാവത്തില്ല എന്നൊക്കെ പറയുമ്പോഴും ഇത് ഗുണം ചെയ്യത്തില്ല എന്ന് പറയുമ്പോഴും അതിനകത്ത് അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതിന്റെ ഒരു ഇതും കൂടാണ് നമ്മൾ ഈ കാണുന്നത്. കാരണം ആ വിഷയം ഈ ഭേദഗതി കൊണ്ടുവന്ന മുൻകാല പ്രാബല്യത്തോടെ സെക്ഷൻ 2 അതിനകത്ത് വെച്ച് ബില്ലിനകത്ത് ഭേദഗതി വരുത്തിയിട്ടുള്ളത് മുനമ്പത്തുകാർക്ക് പ്രയോജനം ചെല്ലും. അത് ഏത് കോടതി വിധി ഉണ്ടെങ്കിൽ പോലും, ഇന്നും കോടതിയിൽ ഇപ്പം ട്രൈബ്യൂണൽ അത് പരിഗണിക്കാൻ പോവുകയാണ്. അപ്പൊ അതിനകത്ത് വിധി വന്നാൽ പോലും, ഒരു സുപ്രീം കോടതി വിധി വന്നാൽ പോലും അതൊന്നും പരിഗണിക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ട് നിയമ നിർമ്മാണമാണ് അതിനകത്ത് ഇവർക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്. അതിനകത്ത് അവർക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അവർ കിരൺ റിജിജുവിനെ വിളിച്ചിട്ട് അവിടെ ഒരു ആഘോഷം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ആ സമയത്താണ് UDF-കാർ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് വിശദീകരിക്കാൻ ഒരു വേദി ഉണ്ടാവണം, അല്ലെങ്കിൽ സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാകണം, അവിടെ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു പൊതുസമ്മേളനം നടത്തി ഇതിനകത്ത് വീണ്ടും മുനമ്പത്തുകാരെ കബളിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ നിയമം കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമില്ല എന്ന് VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും പറയാതെ പറഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രിയും ഒക്കെ നിൽക്കുന്നതിന്റെ വിശദമായ ഒരു വിശദീകരണം. കാരണം നമുക്ക് ഏതൊരു നിയമം എടുത്താലും പണ്ട് കുള്ളൻ ആനയെ കണ്ടോല. ഇപ്പം ഒരു നിയമത്തിനകത്ത് ഒരു നിയമത്തിന്റെ ഗുണവും അത് തന്നെയാണ്. അതാണല്ലോ കോടതിയിൽ പല കേസുകളും വിജയിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയില്ല. നിയമത്തെ നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. നിയമത്തെ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുമ്പോൾ തന്നെ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള രീതി അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് ഒന്നേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഇത് കോടതിയിൽ വരുന്നൊരു വിഷയമല്ല. ഇപ്പം കോടതിയിൽ ഈ ബില്ലെന്ന് പറയുമ്പോൾ ബില്ല് പാസ്സാവുന്നു. അതിനകത്ത് ഇവർക്ക് അനുകൂലമായിട്ട് ആ ബില്ലിനകത്ത് നിയമം ഉണ്ടാകുന്നു. അതിനകത്ത് സെക്ഷൻ 2 എന്ന് പറയുന്ന പ്രത്യേക, അല്ലെങ്കിൽ ആ സെക്ഷൻ 2-ൽ അതിന്റെ കാരണങ്ങൾ എന്ത് കാരണം കൊണ്ട് മുനമ്പത്ത് ഇനിയും വഖഫ് ഭൂമി അല്ല എന്ന് പ്രതിപാദിക്കുന്നു. ഇതിനകത്ത് അത് മുനമ്പത്ത് വിഷയം തീരേണ്ടവർക്കും അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർക്കും അത് കൃത്യമായിട്ട് മനസ്സിലാകും. മുനമ്പത്തെ വിഷയം തീർന്നു, അതിനകത്ത് ഇനി ആരിടപെട്ടാലും അതിനകത്ത് ഒരു സാധ്യതയില്ല. കാരണം പാർലമെന്റ് പാസ്സാക്കിയ ഒരു ബില്ലാണ്. അപ്പം അതിനകത്ത് അത് ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് വരുത്തുന്നതിന് വേണ്ടി, അതായത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇവര് വിചാരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാല് ഈ പറയുന്ന പോലെ ഈ ബില്ലിനൊരു സ്റ്റേ കിട്ടും. ഈ ബില്ലിനൊരു സ്റ്റേ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നീണ്ടുപോകുന്ന സമയം കൊണ്ട് 2026-ലെ ഇലക്ഷൻ നടക്കും. അപ്പൊ അതിനകത്ത് ഇവർക്ക് വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ മുനമ്പത്തെ വിഷയത്തോടനുബന്ധിച്ച് കേരളത്തിൽ ഉടനീളം ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് ഉണ്ടാകുന്ന UDF-നോടുള്ള അതൃപ്തി, അല്ലെങ്കിൽ LDF-നോടുള്ള അതൃപ്തി, അതിനെ മറികടക്കുന്നതിന് വേണ്ടി വീണ്ടും മറച്ചു പിടിച്ച്, അല്ലെങ്കിൽ ഈ നിയമസാധ്യത ഇല്ല, ആ നിയമസാധ്യത ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നും BJP-ക്ക് ഈ നിയമം ഉണ്ടാക്കിക്കൊണ്ട് കിട്ടണ്ട എന്നുള്ള രാഷ്ട്രീയമാണ് അവിടെ ഇവരിപ്പോ അന്ന് തൊട്ടേ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇപ്പൊ അവര് കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ കോൺഗ്രസോ എല്ലാം കൂടെ കേസിന് പോയിട്ടുണ്ട്. കേസിനകത്ത് മുനമ്പത്തെ ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോ അതിനകത്ത് അവർക്ക് വീണ്ടും സംശയമുണ്ട്. അങ്ങനെ മുനമ്പത്തെ ഒഴിവാക്കുന്ന എങ്ങനെ? വഖഫ് ഭൂമിയല്ലേ മുനമ്പത്തെ. അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ലേ. ഇന്നലെ വരെ അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്നും അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലല്ലേ കേസുകളൊക്കെ നടക്കുന്നത്. ആ കേസുകളെ എല്ലാവരും പിന്താങ്ങുന്നു. മാത്രമല്ല ഈ ബില്ല് പാസ്സായതിനെതിരെ
സുപ്രീം കോടതിയെ കൊണ്ട് കേസ് കൊടുത്ത് മുനമ്പത്തെ ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ഒരു കുരുക്കാണ് അവർ സംശയിക്കുന്നത്. കാരണം അവർ ഇവർക്കിടെ പൂർണ്ണമായിട്ടും അവിശ്വസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. കാരണം ഇവർ ഈ വിഷയം ചെന്ന് പറയുമ്പോൾ, ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ, ഈ വിഷയം ഏറ്റവും അവസാനം ശരിയാക്കി തരാം, ഒരു പ്രശ്നവുമില്ലെന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ഏറ്റവും അവസാനം ഇത് കുഴപ്പത്തിലാണ്, ഇതിനകത്തൊരു ഭേദഗതി ഉണ്ടായാൽ മതിയാവത്തുള്ളൂ എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ, ആ ഭേദഗതിയുമായിട്ട് കേന്ദ്രം വന്നപ്പോൾ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട നിങ്ങളെ അല്ലേ, നിങ്ങൾ മുനമ്പത്തെ വിഷയത്തിന് വേണ്ടി നിങ്ങൾ അതിനകത്ത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കാൻ അവർ തിട്ടൂരം കൊടുത്തു, KCBC ഒക്കെ കൊടുത്തു, അങ്ങനെ ചെയ്യണം, MP-മാർ അങ്ങനെ ചെയ്യണം. അവിടെ ചെന്നിട്ട് അവർ ഇതിനെതിരെയാണ് സംസാരിച്ചത്. അപ്പൊ യാതൊരു രീതിയിലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം ബില്ല് പാസ്സായി കഴിഞ്ഞപ്പോൾ ബില്ല് പാസ്സായതുകൊണ്ട് ഗുണമില്ലെന്നുള്ള രീതിയിലേക്ക് ഒരു പ്രചരണം. പിന്നെയും വീണ്ടും അവരുടെ അടുത്തോട്ട് വരുന്നു. കാരണം ഇവരെന്തിന് ചെല്ലുന്നു? ഇവർ ഈ പറയുന്ന ഭേദഗതിക്കെതിരാണ്. ഇവരിനി ചെന്ന് കാര്യം പറഞ്ഞാൽ എന്താ ഗുണം? ഭേദഗതിക്കെതിരാണ്. ആ ഭേദഗതി വന്നതിനെതിരെ കോടതി പോകുന്നവർ വീണ്ടും അവിടെ വരേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ പറയുന്ന മുനമ്പത്തുകാർ നിൽക്കുന്നത്. അപ്പം ഇതിനകത്ത് രാഷ്ട്രീയ ലാഭം ഇനിയും അവരെ കബളിപ്പിച്ച് മുതലാക്കി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സാധിക്കത്തില്ല എന്നാണ് അവർ പറയുന്നത്. അതുപോലെ വേറൊരു വലിയ കാര്യം ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ അവിടുത്തെ സമരസമിതിയിലെ ആൾക്കാർ ഇതുവരെ പറയാത്തൊരു കാര്യം, അവരുടെ മാന്യത കൊണ്ടാണ് പറയുന്നത്. ഇവര് ഏറ്റവും കൂടുതലായിട്ട് വിശ്വസിച്ച് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടതാണെന്നുള്ള രീതിയിൽ ജയിപ്പിച്ച ഹൈബി ഈഡൻ ഇതിനു മുമ്പ് അവരുടെ അടുത്ത് സമരത്തിന് മുമ്പ് ചർച്ചയ്ക്ക് ചെന്നിരുന്നെന്നാണ് അവർ പറയുന്നത്. ചർച്ചയ്ക്ക് ചെന്നിരുന്നത് എന്താണെന്ന് അറിയാം? 10 സെന്റിന് മുകളിലോട്ടുള്ളവർക്ക് 7 സെന്റും വീടും, 5 സെന്റിന് അല്ലെങ്കിൽ ഭൂമിയുള്ളവർക്ക് 3 സെന്റും വീടും, ഈ രീതിയിലേക്കുള്ള ഒരു ഫോർമുലയുമായിട്ട് അവിടെ ചെന്നു. ഈ ഫോർമുല പറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? മുസ്ലിം ലീഗും അല്ലെങ്കിൽ ഈ പറയുന്ന മതമേലധ്യക്ഷന്മാരുമാണ്. നിങ്ങൾ അവിടുന്ന് മാറിക്കൊടുക്കണം. എന്നിട്ടൊരു ഭീഷണിയുടെ, നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ സാധാരണക്കാരാണ്, നിങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്, നിങ്ങൾക്ക് ഇവരോടൊന്നും മല്ലടിച്ച് നിൽക്കാൻ പ്രാപ്തിയില്ല, അവരൊക്കെ വലിയ ആൾക്കാരാണെന്നുള്ള രീതിയിൽ അവര് വിശ്വസിച്ചിരുന്ന, അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിരുന്ന, അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനായിട്ട്, അതായത് ഈ പറയുന്ന സഭയുടെ രീതിയിലായാലും മറ്റു രീതിയിലായാലും കോൺഗ്രസിന്റെ രീതിയിലായാലും അവരേറ്റവും വിശ്വസിച്ചിരുന്ന ഹൈബി ഈഡൻ അവിടെ ചെന്ന് പറഞ്ഞിരുന്നു എന്ന് മൈക്കിന്റെ മുമ്പിൽ, ചില ചാനലുകളുടെ മുമ്പിൽ അവിടുത്തെ സമരസമിതിയിലെ ചില നേതാക്കന്മാർ അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ ഇതിനകത്ത് നിഗൂഢമായിട്ട് ഉള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നടന്നു എന്ന് അവർക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. കാരണം അവർക്ക് വേണ്ടത് മുസ്ലിം ലീഗും മുസ്ലിം സമുദായത്തിന്റെ ആവശ്യവുമാണ്. അതിനകത്ത് ന്യായമോ അന്യായമോ ഒന്നും പ്രസക്തമല്ല. ഈ പാവം പിടിച്ച ആൾക്കാരുടെ, അല്ലെങ്കിൽ ഇന്ന് വരെ, ഈ നിമിഷം വരെ, നാളെ ഇപ്പം ഇലക്ഷൻ വന്നാലല്ലേ അതിന് മാറ്റം വരത്തുള്ളൂ, നിമിഷം വരെ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൂടെ നിന്നിട്ടും ഒക്കെ ഉള്ള ആൾക്കാരാണ് അവിടെ ഭൂരിപക്ഷവും. അവിടെ ഈ ഇടതുപക്ഷത്തിനൊക്കെ സ്വാധീനം ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള, അല്ലെങ്കിൽ ലാറ്റിൻ കാത്തോലിക്സിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്. ഏത് കാര്യത്തിനും കോൺഗ്രസിനെ മാത്രം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ആശ്രയിച്ചുകൊണ്ടിരുന്നത്, അവർ തിരിച്ചു വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ അവരെയാണ് അവർ അവിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഒരിക്കലും പ്രബലമായിട്ടുള്ള, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതാണെങ്കിൽ ഒരു ജനത ഇവിടെ കയറണ്ട എന്ന് പറയുമ്പോൾ ആ കൂട്ടം മൊത്തം ഉണ്ടാണല്ലോ. കാരണം അവിടെ ഇരിക്കുന്ന സമരസമിതിയിൽ ഇരിക്കുന്ന ആൾക്കാർ മാത്രമല്ല, മുനമ്പം നിവാസികളുടെ മൊത്തത്തിലുള്ള അഭിപ്രായമാണെന്നല്ലേ നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പൊ എത്രത്തോളം അപ്രസക്തമായിട്ടുണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി മുനമ്പൻ നിവാസികളുടെ ഇടയിൽ, അല്ലെങ്കിൽ ആ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ചതി എത്രത്തോളം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിന് വ്യക്തമായ ഒരു കാര്യമാണ്. ഇപ്പം ഇന്ന് ഈ പറയുന്നത് പോലെ കേസ് വരുന്നു, ഇപ്പൊ ചാനലുകളും ഒക്കെ ഇന്ന് ചർച്ച ചെയ്യും. കാരണം ട്രൈബ്യൂണലിൽ കേസ് വരുന്നു. 69-ൽ ഈ അവിടുത്തെ സിവിൽ കോടതി പറഞ്ഞതാണ് ഇത് മുനമ്പമാണ്. 75-ൽ അങ്ങനെ വിധി ഉണ്ടായിട്ടുണ്ട്. നേരത്തെ 69 സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. 75-ൽ മുനമ്പം ഭൂമിയാണെന്ന് പറഞ്ഞ് വിധിയുണ്ടെന്ന് പറയുന്നു. ഈ പറഞ്ഞ കൊടുത്ത സേട്ടിന്റെ മകനും മകളും 2 രീതിയിൽ അത് നിൽക്കുന്നത് വഖഫ് ഭൂമിയാണ് ആയിരുന്നു എന്ന് മകൻ പറയുന്നു, അല്ലെങ്കിൽ മകൾ അല്ലെന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനത്തെ തർക്കങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി കേസ് അതിന്റെ വഴിക്ക് നടക്കുമ്പോൾ ആ കേസ് കോടതിയിൽ വരുവാണ്. ഒരു കാര്യം പറയാം, ഇവരാശങ്കപ്പെടേണ്ട കാര്യമേ ഇല്ല. ഏത് കേസ് വന്നാലും ഏത് വിധി വന്നാലും ഇതിനകത്ത് സുപ്രീം കോടതി ആ നിയമത്തിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, സുപ്രീം കോടതി വിധിച്ചാൽ പോലും ഈ മുനമ്പത്തെ വസ്തു ഇപ്പൊ പാസ്സാക്കിയ നിയമം അനുസരിച്ച് വഖഫ് അല്ല. അത് മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ സൊസൈറ്റി ആക്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ആക്ടിൽ വരുന്ന വസ്തുക്കൾ വഖഫ് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള നിയമമുണ്ട്. അപ്പം നിയമപരിരക്ഷ വളരെ കരുതലോടുകൂടി, അവർക്കറിയാമല്ലോ അത് കേസ് നടക്കുന്നുണ്ടെന്ന്.
അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അറിയാലോ, കേന്ദ്ര ഗവൺമെന്റ് ഈ പറയുന്ന പോലെ അത്ര മോശമൊന്നും ആയിരിക്കത്തില്ലല്ലോ. വലിയ വലിയ പ്രതിസന്ധികളെ ഇതിനെക്കാട്ടി വലിയ കാശ്മീർ പ്രതിസന്ധി ഇവിടുത്തെ വലിയ നിയമജ്ഞന്മാരൊക്കെ പറഞ്ഞ് ഒരിക്കലും പരിഹരിക്കാൻ ഒക്കത്തില്ല, അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ കാശ്മീരിനെ അവർ നാലായിട്ട് മുറിച്ച് ഊറക്കണം. എന്നിട്ട് 307 വകുപ്പ് എടുത്ത് കളഞ്ഞിട്ട് സുപ്രീം കോടതി പറഞ്ഞു അതിനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് അങ്ങനെ തന്നെയാണ് അതിന്റെ കാര്യം, അത് ആ ബില്ലിനകത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതേ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. അപ്പം അവർക്ക് വിശ്വാസം BJP ആണ്. BJP ആണ് അവരെ സഹായിച്ചത്. അവരൊരിക്കലും സഹായിച്ചിട്ടില്ലാത്ത BJP അവരുടെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചു. അതുകൊണ്ട് ആരും ഇവിടെ വരണ്ട, ഞങ്ങൾ ആഘോഷിക്കുന്നത് BJP-യുടെ കൂടാണ്, ഞങ്ങൾ കാത്തിരിക്കുന്നത് കിരൺ റിജിജുവാണ്, ഞങ്ങൾ കാത്തിരിക്കുന്നത് സുരേഷ് ഗോപിയാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു തീരുമാനമാണ് അവിടുന്ന്. ഇതൊരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉടനീളം ഉണ്ടാക്കും എന്നുള്ളതിനകത്ത് സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ കേസ് കൊടുക്കുമ്പോഴും ഒക്കെ പറയുന്നത് മുനമ്പത്തുകാരെ അല്ല, അവരെ ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾ കേസ് കൊടുക്കുന്നത്, അവരുടെ കാര്യം വെളിയിൽ പരിഹരിക്കാൻ പറ്റും അല്ലെങ്കിൽ തീർക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്കുള്ള വർത്തമാനവും ഈ ബില്ല് ഒരിക്കലും മുനമ്പത്തിന് പ്രയോജനം ചെയ്യത്തുള്ളൂ എന്നുള്ള രാഷ്ട്രീയ വർത്തമാനവും ഒക്കെ പറഞ്ഞ് വീണ്ടും അവരെ കബളിപ്പിക്കാൻ ചെന്നപ്പോഴാണ് ബോർഡ് വെച്ചിട്ട് പറഞ്ഞു ഇനി ഇവിടെ കയറിയേക്കരുത്, അല്ലെങ്കിൽ ഇവിടെ കയറാൻ UDF-നോ അല്ലെങ്കിൽ LDF-നോ അനുവാദമില്ല എന്ന് ബോർഡ് വെച്ച് സമരസമിതി അല്ലെങ്കിൽ മുനമ്പത്തുകാർ തീരുമാനമെടുത്തിരിക്കുന്നതാണ് ഇന്ന് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അതെ സർ, മുനമ്പത്തുകാർ UDF-നെ അടിച്ചു പുറത്താക്കി എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ഇത്തരത്തിലുള്ള ഒരു സമീപനത്തോട്. ചർച്ചയുമായി സഹകരിച്ചതിന് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.